മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നാളെ രാവിലെ 11:45 ഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ നടക്കും. യമുനാ തീരത്ത് പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് തീരുമാനമായില്ല. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുക. അതേസമയം നിഗംബോധ് ഘട്ടിൽ സംസ്കാരം നടത്തുന്നതിനെ എതിർത്ത് ശിരോമണി അകാലിദൾ രംഗത്തു വന്നു. രാജ്ഘട്ടിൽ തന്നെ സംസ്കാരം വേണമെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. സിഖ് വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായ വ്യക്തിയെ അവഹേളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബാദൽ വ്യക്തമാക്കി. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എങ്ങനെയാണ് ഇപ്പോൾ സംസ്കാരത്തിൽ തീരുമാനം വന്നതിന് പിന്നാലെയും വിവാദങ്ങൾ തുടരുകയാണല്ലോ? പൂജ, ഔദ്യോഗികമായി തന്നെ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാരം നാളെ 11:45 നടക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി പ്രധാനമന്ത്രിക്ക് മല്ലികാർജ്ജുന ഖാർഗെ എഴുതിയ കത്തിൽ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം യമുനാ തീരത്ത് പ്രത്യേക സ്ഥലത്ത് തന്നെ വേണം എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. 2 പേജുള്ള കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് മൻമോഹൻ സിംഗിനെ പോലെ ഒരാൾ അന്തരിക്കുമ്പോൾ അല്ലെങ്കിൽ നിര്യാതനാകുമ്പോൾ അദ്ദേഹത്തിന് യോജിച്ച സ്ഥലത്ത് തന്നെ വേണം ശവസംസ്കാരം നടത്താൻ എന്നുള്ളതാണ് മല്ലികാർജ്ജുന ഖാർഗെ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ ഈ അനുയോജ്യമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നിഗംബോധ് ഘാട്ടിൽ സംസ്കാരത്തിനുള്ള ഔദ്യോഗിക നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനത്ത് പ്രതിരോധ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദവും കത്തിപ്പടരുകയാണ്. ശിരോമണി അകാലിദൾ BJPയുടെ ഈ നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സുഖ്ബീർ സിംഗ് ബാദൽ അല്പസമയം മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്തത് തികച്ചും അപലപനീയമായ നടപടിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെതാണ്, അപമാനിക്കുന്ന നടപടിയാണ്. സിഖ് സമുദായത്തിൽ നിന്ന് ആദ്യമായി പ്രധാനമന്ത്രിയായ ഒരാൾക്ക് അവഹേളിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് അവിശ്വസനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് ഈ തീരുമാനം മാറ്റണമെന്നുള്ളൊരാവശ്യവും ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് മൻമോഹൻ സിംഗിൻ്റെ മോട്ടിലാൽ നെഹ്റു മാർഗിലെ ഔദ്യോഗിക വസതിയിൽ നിന്നും മൃതദേഹം AICC ഓഫീസിലെത്തിക്കും. AICC ഓഫീസിൽ 8:30 മുതൽ 9:30 വരെയാണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം. അത് കഴിഞ്ഞ് 9:30-ക്ക് ശേഷമായിരിക്കും നിഗംബോധ് ഘാട്ടിലേക്കുള്ള അവസാന യാത്ര ആരംഭിക്കുക. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.